രാവിലെ 3 മണിക്കത്തെ കോലാണ്. കിടക്കപ്പായെന്ന് അതേപടി എണീറ്റ് വന്ന് കണ്ണിന് ഭയങ്കര അസ്വസ്ഥത. വേറെ ഒന്നുമില്ല, തലേദിവസം നല്ലപോലെ താളിയിട്ടൊന്ന് കഴുകി. അപ്പോൾ ഇപ്പോൾ ശരീരത്തിന് ടെമ്പറേച്ചർ കൂടുതലാണ്, അതിൻ്റെ കൂട്ടത്തിൽ ചൂട് ഇളകി കണ്ണിൽ വെള്ളമെടുക്കാൻ തുടങ്ങി. ഭയങ്കര അസ്വസ്ഥതയായിട്ട് എണീറ്റ് ഫ്രിഡ്ജിൽ നിന്ന് ഐസ് വന്ന് എടുത്ത് കണ്ണി വെച്ചുകൊണ്ടിരിക്കുന്ന കോലമാണ് ഇപ്പോൾ ഈ കാണുന്നത്. അമ്മയോട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താണെന്നറിയാമോ, എനിക്ക് ടോൺസ് വന്നപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പനിയും വരുമേ. അപ്പോൾ ഒരു കഫക്കെട്ട് പോലെ വന്നായിരുന്നു. ആ സമയത്ത് ഞാൻ ഒരുപാട് മരുന്ന് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ ചേച്ചി സ്മിത ചേച്ചി പറഞ്ഞു തന്നാണ്, 1 സ്പൂൺ തേനിനകത്തിൽ ലേശം പൊടി ഇട്ടിട്ട് അരമുറി നാരങ്ങയും കൂടെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ കഫക്കെട്ടിന് നല്ലതാണ്. ഞാൻ കഴിച്ചു നോക്കി, എനിക്ക് എഫക്റ്റീവായിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എനിക്ക് എന്തായാലും എഫക്റ്റീവായിരുന്നു. പിന്നെ സൂചി ഗോതമ്പ് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് സൂചി ഗോതമ്പാണ് കുറച്ചുകൂടെ ബെറ്റർ, ഷുഗറൊന്നും അധികം കൂടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ആവശ്യത്തിലേറെ പച്ചക്കറികളൊക്കെ ഇടാറുണ്ട്, ബീറ്റ്റൂട്ടും ഒക്കെ ഇടാറുണ്ട്. ഈ പ്രാവശ്യം അതൊന്നും ഇട്ടിട്ടില്ല, ക്യാരറ്റ് ഏറെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കഴിക്കാറ്. ഞാൻ കാടമുട്ട അതിപ്പോൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് മേടിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു, ഇപ്പോഴായിട്ട് മേടിച്ചതാണ്. അങ്ങനെ അത് കഴിക്കും രാവിലെ. പാലങ്ങനെ അങ്ങ് ഒഴിവാക്കി, കഫക്കെട്ടായതുകൊണ്ട്. ഇത് നമുക്ക് അംഗനവാടിയിൽ നിന്ന് ഗോതമ്പും ശർക്കരയും ചെറുപയറും കിട്ടുന്നുണ്ട്. പക്ഷേ എനിക്ക് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ആദ്യമായിട്ടാണ് ഗോതമ്പ് മാത്രമേ കിട്ടിയുള്ളൂ. 6 കിലോ ഉണ്ട്. അത് കഴുകി ഉണങ്ങി പൊടിക്കാൻ കൊണ്ടുപോയി പൊടിപ്പിച്ച് കൊണ്ടുപോകും നമ്മൾ കേട്ടോ. അപ്പം ഞാൻ ഞെട്ടിപ്പോയെന്താണെന്ന് വെച്ചാൽ, തമിഴ്നാട്ടിൽ നമ്മുടെ ഈ പാറശാല ഭാഗത്തുള്ളവർക്കൊക്കെ കിറ്റ് കിട്ടിയേക്കുന്നതുണ്ട് തമിഴ്നാട് സർക്കാരിൻ്റെ. അത് കണ്ട് ഞെട്ടിപ്പോയി. ലയൺ ഡേറ്റ്സ്, പ്രോട്ടീൻ പൗഡർ, ഒരുപാട് സാധനങ്ങളുണ്ട് അതിനകത്തിൽ കേട്ടോ. ഞെട്ടിപ്പോയത് കണ്ടിട്ട്. ഇത് അഫനാമത്തിൽ നിന്ന് ഞാൻ പിന്നീടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സെറ്റും മുണ്ടും എടുത്തായിരുന്നു. ബ്ലൗസ് പീസ് കൂടാണ് വരുന്നത് കേട്ടോ. 1000 സംതിങ് ആയായിരുന്നു, 1100. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്ക് കയ്യിലെടുത്താൽ തന്നെ വളരെ നമ്മളിപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ മിക്സഡ് ആയിട്ട് ഈ പോളിസ്റ്റർ പോലെയൊക്കെ ഫീൽ ചെയ്യുന്ന പോലെയുള്ള തുണികളാണ്. പക്ഷേ ഇതങ്ങോട്ട് വളരെ സോഫ്റ്റുമാണ്. പിന്നെ ബ്ലൗസ് പീസ് രാജധാനി ലിനനാണ് വരുന്നത്. അത് 1 മീറ്റർ മേളിലുണ്ട്. അപ്പോൾ ഞാനിതുപോലെ രാമചന്ദ്രൻ എടുത്തതിൻ്റെ വീഡിയോയും ഇട്ടിട്ടുണ്ട് കേട്ടോ. ചെക്ക് ചെയ്യാത്തവരത് നോക്കണേ. നല്ല രസമാണ് കേട്ടോ, നല്ല ഭംഗിയാണ്. ഇപ്പോൾ എടുത്തു വന്നപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ പറഞ്ഞു, നീ സാരമില്ല, ഞാൻ അമ്മയ്ക്ക് തന്നേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ഒരു വട്ടം എടുത്ത് എൻ്റെ ആവശ്യവും ആഗ്രഹവും കഴിഞ്ഞ് കഴിയുമ്പോൾ അമ്മയ്ക്ക് തന്നെ തന്നേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ബ്ലൗസ് പീസ് ഞാൻ തയ്പ്പിക്കും, അമ്മയ്ക്കത് പറ്റില്ല. ഇതിനൊന്നും അമ്മയ്ക്ക് പറ്റില്ല, അമ്മയ്ക്ക് കോട്ടൺ മാത്രമേ പറ്റത്തുള്ളൂ. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. ശരിക്കും അവരുടെ നല്ല വെർത്താണേ. പിന്നെ ഇത് നമ്മളിപ്പോൾ പേരയ്ക്കാണ് സ്ഥിരമായിട്ട് മേടിച്ച് വെക്കുന്നത്. ആപ്പിളും ഏത്തയ്ക്കും അങ്ങനെയൊന്നും മേടിക്കാറില്ല. എന്നുവെച്ചാൽ മധുരം അധികം കഴിക്കേണ്ടെന്ന് കരുതിയിട്ട് പേരയ്ക്കാകുമ്പോൾ നമുക്ക് കഴിക്കാം, കുഴപ്പമില്ല, എല്ലാവർക്കും കഴിക്കാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എരിശ്ശേരി ഉണ്ടായിരുന്നു, കുഞ്ഞമ്മ കൊണ്ട് തന്നത്. അത് വെണ്ടയ്ക്ക മെഴുക്കോട്ടി എരിശ്ശേരിയും കുഞ്ഞമ്മ കൊണ്ട് തന്നത്. പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്കോട്ടിയും ചെറുപയർ തോരനും ചമ്മന്തി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലായിടത്തു നിന്നും കൂട്ടാനൊക്കെ കൊണ്ടുതരും കേട്ടോ. ഇതെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഭാഗത്ത് 2-3 തവളക്കുട്ടന്മാരുണ്ടായിരുന്നു. അപ്പോൾ ഒരാളെ ഇങ്ങനെ അകത്താക്കിയിട്ട് റെസ്റ്റ് എടുക്കാനായിട്ട് ആൾ കിടക്കുകയാണ്. കാണുമ്പോൾ നമുക്ക് ശരിക്കും പേടി വരും കേട്ടോ. നമുക്ക് അങ്ങനെ വലിയ ഉപദ്രവമൊന്നും ഇത് ചെയ്തിട്ടില്ല. പിന്നെ വൈകിട്ട് ഈ ഗോതമ്പ് എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നത്, അപ്പോൾ വൈകിട്ടത്തേക്കൂടെ വെച്ചേക്കും കേട്ടോ. പിന്നെ ഒന്ന് കിടന്നൊക്കെ ഉറങ്ങിക്കഴിഞ്ഞിട്ട് വൈകിട്ടത്തെ ഭക്ഷണവും ഇതൊക്കെ തന്നെ ആയിരുന്നു. അഡീഷണലി പപ്പടം പൊള്ളിച്ചതും പിന്നെ നമ്മുടെ മുട്ട പൊരിച്ചതും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശരി, ഓക്കേ.